ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഭാഗ്യവചന ധാര ശ്രവിക്കുവാൻ നമുക്ക് കാതോർക്കാം. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. സങ്കീർത്തനം 55:4-5 വാക്യങ്ങൾ. ഈ സങ്കീർത്തനം ദാവീദിൻ്റേത് എന്ന് വ്യക്തം. ഇസ്രായേലിലെ മധുരഗായകൻ, ഔന്നത്യം പ്രാപിച്ച രാജാവ്, യുദ്ധങ്ങളെയും മുറവിളികളെയും നേരിട്ട് അനുഭവിച്ച ഇടയബാലൻ, ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് രാജാവ് തന്നെ. ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും പ്രിയങ്കരൻ അഥവാ വെൽ ബിലവഡ്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 13:22 പറയുന്നത്. ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയുടെ ആത്മകഥനമാണ് 55-ാം സങ്കീർത്തനം. സ്വന്തം മകനായ അബ്ശാലോം തൻ്റെ പിതാവായ ദാവീദിന് എതിരായി സൈന്യ സന്നാഹങ്ങൾ ഒരുക്കി ഭീഷണി മുഴക്കിയ സന്ദർഭമാണിത്. വിശ്വസ്തരായ സേവകരും അനുയായികളും തനിക്ക് എതിരായി മറുപക്ഷം ചേരുന്നു. കൂറുമാറ്റവും കുതികാൽവെട്ടും അക്കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഹെബ്രോനിൽ ഒരു യാഗം നേർന്നിട്ടുണ്ട് എന്ന് വ്യാജം പറഞ്ഞ് തൻ്റെ മാംസത്തിന്റെ മാംസവും രക്തത്തിന്റെ രക്തവുമായ സ്വന്തം പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളിൽ ഭിന്നതയും കലഹവും ഉണ്ടാക്കി സിംഹാസനം കരസ്ഥമാക്കാനുള്ള തെറ്റായ വഴി. ഇതിൽ മനം നൊന്ത ദാവീദ് രാജാവ് പല വഴികൾ ചിന്തിച്ചു. ഒന്നാമത് ദാവീദ് രാജാവ് ചിന്തിച്ചത് ഒരു ഒളിച്ചോട്ടമാണ്, എസ്കേപ്പിസം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറക് ഉണ്ടായിരുന്നു എങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇത് ദാവീദിന്റെ മാത്രം പ്രതികരണമല്ല. ധീരോദാത്തനായ ഏലിയാവ് ഇസബേലിന്റെ വെല്ലുവിളിയിൽ ഭയമാർന്ന മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്നു. അതുപോലെ യിരെമ്യാ പ്രവാചകനും പ്രയാസങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യം നഷ്ടമാകുമ്പോൾ നമ്മളിൽ പലരും ഒരു ഒളിച്ചോട്ടത്തിന് ശ്രമിക്കാറുണ്ട്. പലരും സ്വപ്നലോകത്തിലേക്ക് പലായനം ചെയ്യുന്നു, ദിവാസ്വപ്നങ്ങളിൽ മുഴുകിപ്പോകുന്നു. ഞാൻ സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോൾ ഇതൊക്കെയും ചെയ്തിരുന്നല്ലോ, ഇനിയും പോകട്ടെ എന്നുള്ള ഒരു ചിന്ത. ചിലർ ഭൂതകാല സ്മരണകളിലേക്ക് മാറുന്നു, മറ്റു ചിലരാകട്ടെ രോഗത്തിലേക്ക് വഴുതി മാറുന്നു, മറ്റു ചിലർ നിഷ്ക്രിയത്വത്തിലേക്ക് നീങ്ങുന്നു. എന്തിനാണിതൊക്കെ? എന്തിനാണ് ദേവാലയം? എന്തിനാണ് പ്രസംഗം? എന്തിനാണ് പ്രാർത്ഥന? ഈ വക ചിന്തകൾ. വേറെ ചിലർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു. വേറൊരു കൂട്ടർ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാ സാമൂഹ്യ ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഈ വക ഒളിച്ചോട്ടങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? പിന്നീട് ഒളിച്ചോട്ടത്തിൽ നിന്നും പ്രതികാരത്തിന്റെയും വിദ്വേഷത്തിന്റെയും മാർഗം രണ്ടാമത് ദാവീദ് അന്വേഷിക്കുകയാണ്. ശത്രുക്കളെ ദ്വേഷിക്കുന്നു, നിന്ദിക്കുന്നു, ശപിക്കുന്നു. ഓരോന്നായി പറയുവാൻ സമയം അനുവദിക്കുന്നില്ല. വിദ്വേഷവും പ്രതികാരവും ചിന്തയും നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും അത് ബാധിക്കുന്നു. ഈ ഒളിച്ചോട്ടവും പ്രതികാരവും വിദ്വേഷവും വിട്ടിട്ട് ദൈവത്തിൽ സമർപ്പിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാം. ഒട്ടകം തൻ്റെ യജമാനന്റെ മുമ്പിൽ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും മുട്ടുകുത്തുന്നത് പോലെ, ഭാരങ്ങളെ പേറുവാനും ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാനും മുട്ടുകുത്തുന്നത് പോലെ ദാവീദ് ചിന്തിച്ചു, ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും
ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്കും ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നമ്മളുടെ ആവശ്യങ്ങളും അപേക്ഷകളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കും നമ്മുടെ ഉടയവനും പരിപാലകനുമായ കർത്താവിന് മുൻപാകെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അപ്പോൾ നമ്മളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും അനുഗ്രഹമായി തീരും. ഏവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ ഉപസംഹരിക്കട്ടെ. ദൈവത്തിന് സ്തുതി.